ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സൂരജിനെ കാണാൻ മീനു അവരുടെ ഓഫീസിന്റെ ഫ്രണ്ടിൽ തന്നെ നിൽപ്പുണ്ട്. ആ സമയം നാരായണനും വരും. അവൻ പറയുന്നുണ്ട്, മീനു ഒറ്റയ്ക്ക് വന്നിട്ട് എനിക്കൊരു സമാധാനവും ഇല്ല, അതാ ഞാൻ വന്നതെന്ന്. അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് സൂരജ് അങ്ങോട്ട് വരുന്നത്. മീനു വേഗം സൂരജിന്റെ അടുത്തേക്ക് ചെല്ലും. സർ, ഞാൻ മീനൂസ് കിച്ചന്റെ ഉടമയാണ് മീനു, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും സൂരജ് നാരായണനെ നോക്കും. അന്നേരം അയാൾക്ക് ഓർമ്മ വരും, നാരായണൻ കഴിഞ്ഞ ദിവസം കൈക്കൂലി വാഗ്ദാനം നൽകിക്കൊണ്ട് വന്നത്. സൂരജ് നോക്കുന്നുണ്ട്. നാരായണൻ അവിടെ നിന്ന് മാറി നിൽക്കും. സൂരജ് ദേഷ്യത്തോടെ അകത്തേക്ക് കയറിപ്പോകും. അത് കാണുമ്പോൾ മീനുവിനും ദേഷ്യമാകും. നാരായണൻ വന്നിട്ട് പറയും, കണ്ടില്ലേ, ഇയാളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, നമുക്ക് അനുകൂലമായൊരു നടപടിയൊന്നും എടുക്കാൻ പോകുന്നില്ലെന്ന്. മീനു പറയും, അങ്ങനെ പിന്മാറാൻ ഞാൻ തയ്യാറല്ല. നമ്മൾ നിരപരാധിയായ സ്ഥിതിക്ക് എങ്ങനെ മീനൂസ് കിച്ചൺ തുറന്നേ പറ്റൂ, ഇല്ലെങ്കിൽ നമ്മളുടെ പല ഓർഡറുകളും ഇനിയും നഷ്ടമായിക്കൊണ്ടിരിക്കും. മാസങ്ങൾക്ക് ശേഷമുള്ള പല ഓർഡറുകൾ പോലും ഇപ്പം ക്യാൻസൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാരായണൻ പറയുന്നുണ്ട്, അവനും പല കോളുകൾ വരുന്നുണ്ട് ഓർഡറൊക്കെ ക്യാൻസൽ ചെയ്യാനെന്നും പറഞ്ഞ്. മീനു എന്തിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ടേ മടങ്ങുമെന്നും പറഞ്ഞ് അകത്തേക്ക് കയറി ചെല്ലും. സ്റ്റാഫുകളൊക്കെ ഓരോ തിരക്കിലാണ്. മീനു സൂരജിൻ്റെ ക്യാബിനിലേക്ക് കയറി ചെല്ലാൻ തുടങ്ങുമ്പോഴത്തേക്കും ഒരു സ്റ്റാഫ് അവളെ തടയും. എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ സൂരജ് സാറിനെ കാണാനെന്ന് പറയും. അവർ പറയും, അനുവാദം ഇല്ലാതെ കാണാൻ പറ്റത്തില്ലെന്ന്. നേരം മീനു അവരോടൊക്കെ ദേഷ്യപ്പെടുന്നുണ്ട്, ഞാൻ എത്ര ദിവസമായി കയറി ഇറങ്ങി നടക്കുക, എനിക്ക് സാറിനെ കണ്ടേ പറ്റൂ, എൻ്റെ നിരപരാധിത്വം തെളിയിച്ചേ പറ്റൂ എന്നും പറഞ്ഞ് സ്റ്റാഫ് പറയുന്നുണ്ട്, നിങ്ങളുടെ ഭാഗത്ത് തെറ്റുള്ളത് കൊണ്ടാണല്ലോ ഞങ്ങൾക്ക് ഇങ്ങനൊരു നടപടി എടുക്കേണ്ടി വന്നതെന്ന്. മീനു പറയും, ഞങ്ങളുടെ കിച്ചണിൽ നിന്ന് ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് സംഭവിക്കത്തില്ല, അത് ഉറപ്പുണ്ട്, എനിക്ക് സൂരജ് സാറിനെ കണ്ട് സംസാരിച്ചേ പറ്റൂ എന്നും പറഞ്ഞ് അവൾ ഒച്ച വെക്കും. ഇവിടെ എന്താ ബഹളം എന്നും ചോദിച്ച് സൂരജ് പുറത്തേക്ക് വരും. മീനുവിനെ കാണുമ്പോഴത്തേക്ക് സൂരജ് പറയും അകത്തേക്ക് കയറ്റി വിടാൻ. അങ്ങനെ മീനു അകത്തേക്ക് കയറി ചെല്ലും. സൂരജിൻ്റെ മുന്നിൽ ഇരുന്ന് മീനു കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു തെറ്റും സംഭവിക്കത്തില്ല, ആരൊക്കെയോ ചേർന്ന് ചതിക്കുന്നതാ, ഞങ്ങൾക്ക് എത്രയും വേഗം മീനൂസ് കിച്ചൺ തുറക്കണം എന്നൊക്കെ പറഞ്ഞ് എല്ലാം കേട്ട് കഴിഞ്ഞ് സൂരജ് പറയും, താൻ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടല്ലോ, ഇനിയിപ്പോൾ ഒന്നും പറയാനില്ലല്ലോ, പൊക്കോളാൻ പറയും. മീനു പറയും, അങ്ങനെ പറയരുത് സാർ ഇങ്ങനെ കണ്ണിച്ചോരയില്ലാതെ പെരുമാറരുതെന്നൊക്കെ പറഞ്ഞ് വീണ്ടും മീനു കുറേ പറയും. അന്നേരം സൂരജ് പറയും, നിർത്തിക്കോ, ആരാ പറഞ്ഞത് നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലെന്ന്, ഇത് നോക്കുന്ന പറഞ്ഞൊരു ഫയൽ എടുത്ത് കൊടുക്കും. സൂരജ് പറയുന്നുണ്ട്, നിങ്ങളുടെ മീനൂസ് കിച്ചണിൽ നിന്ന് കളക്ട് ചെയ്ത സാമ്പിളിൻ്റെ ലാബ് റിപ്പോർട്ടാണ് ഇതിലെല്ലാം മായം കലർന്നിട്ടുണ്ടെന്ന് മനസ്സിലാവുമെന്ന്. അത് കേട്ട് മീനു ഞെട്ടുന്നുണ്ട്. സൂരജ് പറയും, ഇനി ഇതെങ്ങനെ മീനൂസ് കിച്ചണിൽ വന്നു എന്ന് അറിഞ്ഞാൽ മതി, അത് കണ്ടുപിടിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നതെന്ന്. മീനു പറയും, ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ല സാർ, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു തെറ്റ് എന്താണെങ്കിലും സംഭവിക്കില്ല, ഇതെന്തോ തെറ്റുപറ്റിയതാണ്. സൂരജ് ചോദിക്കും, പിന്നെ ഞാൻ കള്ളം പറയുമെന്നാണ് ഈ പറയുന്നതെന്ന്. മീനുവിന് അതിന് പ്രത്യേകിച്ച് മറുപടിയൊന്നുമില്ല. മീനു വിഷമത്തോടെ ഓരോന്ന് പറയാൻ ശ്രമിക്കുമെങ്കിലും സൂരജ് അതൊന്നും കേൾക്കാൻ കൂട്ടാക്കത്തില്ല. വേറൊരു വഴിയില്ലാതെ മീനുവിന് അവിടുന്ന് ഇറങ്ങി പോരേണ്ടി വരും. പിന്നീട് കാണിക്കുന്നത് സുഹാസിനിയുടെ അടുത്തേക്ക് ഹർഷനും നിരുപമയും വരുന്നതാണ്. അവർ രണ്ടുപേരും നല്ല സന്തോഷത്തിലാണ്. എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, മീനൂസ് കിച്ചൺ പൂട്ടിയെന്ന്, ദൈവം നമ്മളുടെ കൂടിയാണ്, അതുകൊണ്ടാണ് ഇപ്പം മീനുവിന് ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടിയെന്ന് നിരുപമ പറയുമ്പോഴത്തേക്കും സുഹാസിനി മനസ്സിൽ വിചാരിക്കും, ഇത് ദൈവത്തിൻ്റെ കളിയൊന്നും അല്ല, സിദ്ധാർത്ഥും കൂട്ടരും കൂടെ നിന്നുകൊണ്ട് ഇങ്ങനെയെല്ലാം സംഭവിച്ചതെന്ന്. പക്ഷേ ഹർഷനും നിരുപമയും വിചാരിക്കുന്നത് മീനുവിൻ്റെ ഭാഗത്തുനിന്ന് വന്ന തെറ്റ് തന്നെയാണെന്നാണ്. സുഹാസിനി പറയാം, നമ്മൾ ഇതിൽ സന്തോഷിക്കുകയല്ല വേണ്ടത്, മീനുവിന് കിട്ടിയ പല ഓർഡറുകളും നമ്മൾ പിടിച്ചെടുക്കണം, കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അതെങ്ങനെയെങ്കിലും നമ്മൾ നേടിയെടുത്തേ പറ്റൂ, അങ്ങനെ മീനുവിൻ്റെ ബിസിനസ് പൂർണ്ണമായിട്ട് ഇല്ലാതാവണം. നമ്മൾ കുറച്ച് മീനു പറഞ്ഞതിനേക്കാളും റേറ്റ് കുറവ് പറഞ്ഞിട്ടാണെങ്കിലും ശരി, അവർക്ക് കിട്ടിയ എല്ലാ ഓർഡറും നമ്മൾ കൈക്കലാക്കിയാൽ നമ്മളുടെ ബിസിനസ് വളരും. ശിവ തിരിച്ചു വരുമ്പോഴത്തേക്കും ശിവയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും അത്. ബിസിനസ് വളർത്തിയതിൽ ഉറപ്പായിട്ട് ശിവ നിങ്ങളെ ആയിരിക്കും അഭിനന്ദിക്കാൻ പോകുന്നതെന്ന്. ഹർഷനും നിരുപമയ്ക്കും അത് കേട്ട് സന്തോഷമാവും. അവർ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാൻ ആരംഭിക്കും. പിന്നീട് കാണിക്കുന്നത് മീനു സ്കൂട്ടറിൽ വരുമ്പോഴത്തേക്കും പോലീസ് അവളെ തടഞ്ഞു നിർത്തും. എന്താ സാർ, ചെക്കിംഗ് ആണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അയാൾ പറയും, ചെക്കിംഗ് ഒന്നും അല്ല, നിന്നെ കസ്റ്റഡിയിൽ എടുക്കാനാണ് വന്നതെന്ന്. മീനു ചോദിക്കും എന്തിനെന്ന്. അയാൾ പറയും, കഴിഞ്ഞ ദിവസം ബർത്ത്ഡേ പാർട്ടിക്ക് നിങ്ങൾ ഫുഡ് സപ്ലൈ ചെയ്തല്ലോ, അവിടുന്ന് ആഹാരം കഴിച്ച പല ആൾക്കാർക്കും ഭക്ഷ്യവിഷബാധ ഏറ്റിട്ടുണ്ട്, പലരും സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുക, ഇപ്പം ന്യൂസ് പൊക്കോണ്ടിരിക്കുക, അതിൽ 2 പേര് മരണപ്പെടുകയും ചെയ്തു, അതിന് നിന്നെ പിടിച്ചുകൊണ്ട് പോകാനാണ് വന്നതെന്ന് പറയും. മീനു പറയും, ഇല്ല സാർ, ഇതൊരിക്കലും സംഭവിക്കില്ല, ഇത് ആരോ ചെയ്ത തെറ്റാ, അല്ലാണ്ട് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ലെന്ന് പോലീസ് വനിതാ കോൺസ്റ്റബിളിനോട് പറയും. എന്ത് നോക്കി നിൽക്കുക, ഇവളെ വേഗം പിടിച്ച് അകത്ത് കയറ്റാൻ പറയും. മീനു പറയുന്നുണ്ട്, ഇല്ല സാർ, ഞാൻ വരത്തില്ല, നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പോലീസ് പറയും. ഇവളെ വിലം ഇട്ട് കൊണ്ടുപോകാൻ. അങ്ങനെ അവളെ വിലം കണിയിച്ച് പോലീസ് ജീപ്പെ കയറ്റുന്നത് കാണിക്കും. ഇത് ശരിക്കും ശിവരഞ്ജിനി സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുന്നതാണ്. അവൾക്ക് ആകെ ടെൻഷനാവും. അവൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇതിപ്പം വെളുപ്പിനെ കണ്ട സ്വപ്നമാണല്ലോ, വെളുപ്പിനെ കണ്ട സ്വപ്നം ഫലിക്കുമെന്നാണല്ലോ അമ്മ പറയുന്നത്, ശരിക്കും മീനുവിന് എന്തെങ്കിലും പ്രശ്നം പറ്റി കാണുമോ എന്നോർത്തിട്ട് നിരുപമയെ ഫോൺ ചെയ്യും. നിരുപമയൊക്കെ നല്ല ഉറക്കത്തില്ല. നിരുപമ കോൾ എടുത്തിട്ട് ചോദിക്കും, എന്താ അമ്മേ, എന്ത് പറ്റി ഈ പാതിരാത്രിക്ക് വിളിക്കാമെന്ന്, അമ്മ എന്നെ ഇതുവരെ ഉറങ്ങിയില്ലേന്ന്. ശിവരഞ്ജിനി പറയും, ഞാൻ ഉറങ്ങിയതാ മോളെ, ഒരു സ്വപ്നം കണ്ട് എഴുന്നേറ്റതാണ്. എന്ത് സ്വപ്നം എന്ന് നിരുപമ ചോദിക്കുമ്പം ശിവരഞ്ജിനി പറയും, അതൊന്നുമില്ല, ഞാൻ പറഞ്ഞ കാര്യം
എന്തായിന്ന് നിരുപമ ചോദിക്കും. എന്ത് കാര്യം അമ്മേ? ശിവരഞ്ജിനി പറയും മീനുവിൻ്റെ നമ്പറിൻ്റെ കാര്യം. നിരുപമയ്ക്ക് അത് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം വരും. നിരുപമ പറയും ഞാൻ പോയതമ്മേ മീനുവിൻ്റെ വീട്ടിൽ, പക്ഷേ മീനു അവിടെ ഇല്ലായിരുന്നു, ഏതോ ഒരു വർക്കിന് വേണ്ടി ദൂരെ എവിടെയോ പോയേക്കുക. കുറച്ച് ദിവസം കഴിഞ്ഞ് ഒന്നുകൂടെ ഞാൻ പോകാം, എന്നിട്ട് നമ്പർ വാങ്ങിച്ച് തരാം, അമ്മ ഒന്നും കൊണ്ടും ടെൻഷൻ ആവണ്ട, സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങുന്നും പറഞ്ഞ് ഫോൺ വെക്കും. എന്നിട്ട് നിരുപമ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, പിന്നെ മീനുവിൻ്റെ ഒരു നമ്പർ ഇപ്പം കൊടുക്കാമെന്നും പറഞ്ഞ് അവൾ ദേഷ്യത്തോടെ ഇരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. മീനൂസ് കിച്ചണിൽ CCTV ഒന്നും ഉണ്ടാവത്തില്ല. അങ്ങനെയാണെങ്കിൽ CCTV നിന്ന് മനസ്സിലാവുമല്ലോ ചന്ദ്രന ഇതിനകത്ത് മായം കലർത്തിയെന്നൊക്കെ. അതുപോലെ തന്നെ ശിവരഞ്ജനിക്ക് മീനുവിൻ്റെ നമ്പർ വേണമെങ്കിൽ അവളുടെ എന്തെങ്കിലും സൈറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണത്തില്ല, അതിൽ നിന്നൊക്കെ മീനുവിൻ്റെ നമ്പർ തപ്പിയെടുക്കാൻ മേലേ. ഇപ്പം അവൾക്ക് ഓർഡർ കൊടുക്കാൻ വരുന്നവരെല്ലാം എവിടെയെങ്കിലുമൊക്കെ നമ്പർ കിട്ടിയിട്ടൊക്കെ ആയിരിക്കുമല്ലോ, എവിടെയെങ്കിലുമൊക്കെ അവളുടെ നമ്പർ കാണാതിരിക്കത്തില്ലല്ലോ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്?